ശരിക്കു പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ എപ്പോഴും വാക്കുകൾ തന്നെ വേണമെന്നില്ല. ചിലപ്പോഴൊക്കെ ഒരു ചെറിയ സ്മൈൽ അത് മതി. അപ്പോൾ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എ സൈൻ ഓഫ് അഫെക്ഷൻ്റെ എപ്പിസോഡ് 2 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഇറ്റ്സുമിയും യൂക്കിയും തമ്മിലുള്ള ക്യൂട്ട് കെമിസ്ട്രി എങ്ങനെ സ്ലോലി സ്റ്റാർട്ടായി എന്നാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് മുതൽ അവരുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവാൻ പോവാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോവാം. എപ്പിസോഡ് തുടങ്ങണ തന്നെ തലേദിവസം രാത്രിയത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണ യൂക്കിനെയും കാണിച്ചുകൊണ്ടാണ്. യൂക്കി ചിന്തിക്കുകയാണ്, കഴിഞ്ഞ ദിവസം അവനെ കണ്ടതിന് ശേഷം മൊത്തം അവനെ പറ്റിയാണല്ലോ ചിന്തിക്കണേ. ഒരുപാട് ഇമോഷൻസൊക്കെ വന്ന് നിറയാണല്ലോ എൻ്റെ മനസ്സ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് യൂക്കിയുടെ അമ്മ വന്ന്, എന്താ പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ, കോളേജിലേക്ക് പോകണ്ടേ, ലേറ്റായി എന്നും പറയണേ. അപ്പം തന്നെ അവളെ ചാടി എണീറ്റ് റെഡിയായി കോളേജിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കോളേജിലേക്ക് പോയ യൂക്കി നേരെ റിൻചൻ്റെ അടുത്തേക്കാണ് പോണത്. എന്നിട്ട് തലേദിവസം നടന്ന സംഭവങ്ങളൊക്കെ റിൻചൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ റിൻചൻ പറയുന്നത്, എന്ത് നിനക്ക് ഇറ്റ്സോമിയുടെ നമ്പർ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യൂക്കിനെ റിൻചൻ വിളിച്ചത് കോളേജിലെ കാഫറ്റീരിയയിലേക്കായിരുന്നു. കാരണം അവിടെ നമ്മുടെ കൾച്ചറൽ ക്ലബിൻ്റെ ഗാദറിങ് നടക്കണോണ്ട് ഇറ്റ്സോമിസാനും ഉണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ നമ്മുടെ യൂക്കിയുടെ മുഖം കാണേണ്ടതാണ് ടെൻഷൻ അടിച്ചിട്ട്. നേരെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഇറ്റ്സോമിസാൻ നിന്ന് ഒരുപാട് പേരോട് സംസാരിക്കുന്നുണ്ട്. അത് കൂടുതലും ഗേൾസായിരുന്നു. അപ്പോൾ നമ്മുടെ റിൻചൻ അറിയാണ്ട് പറയുന്നുണ്ട്, ഓ ഇവിടെയും അവൻ ഗേൾസിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നു. പെട്ടെന്ന് തന്നെ അവൾ, അയ്യോ ഇനി യൂക്കിക്ക് എന്ത് തോന്നുന്നു വെച്ചിട്ട് മാറ്റി പറയുന്നുണ്ട്. കുറേ ബോയ്സ് ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ എന്നൊക്കെ പറയുന്നുണ്ട്. അവരെടുത്ത് ഇറ്റ്സോമി സംസാരിക്കുന്നത് യൂക്കി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവൾ തന്നെ ഓരോന്ന് ചിന്തിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് അവൻ സംസാരിക്കാൻ വന്നത് ചിലപ്പോൾ അവൻ ആദ്യമായിട്ടായിരിക്കും ഒരു ഡഫ് പേഴ്സൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എൻ്റെ അടുത്ത് ഫ്രണ്ടാവാനൊക്കെ വന്നത്. എന്തായാലും അവൻ എൻ്റെ ലൈഫിൽ വന്നതിൽ ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് യൂക്കി. ഇറ്റ്സോമി ആണെങ്കിലോ അവരുടെ അടുത്തുള്ള സംസാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ കാഫറ്റീരിയെന്ന് പോവാണെന്ന് കണ്ടതും നമ്മുടെ റിൻചൻ ഇറ്റ്സോമി-സാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സോമി തിരിഞ്ഞ് നോക്കി യൂക്കിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. യൂക്കി ആണെങ്കിൽ, അയ്യോ അവൻ എൻ്റെ അടുത്താണല്ലോ വരുന്നത് എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് നെർവസൊക്കെ ആയിട്ട്. അവളങ്ങനെ അനങ്ങാതെ നിൽക്കണ കണ്ടിട്ട് ഇറ്റ്സോമി ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്നും കാണിക്കണ ആ ഗ്രീറ്റിങ്സിൻ്റെ ജസ്റ്ററില്ലേ, അതെന്താ കാണിക്കാത്തേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിലോ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് നിൽക്കണേ. എന്നിട്ട് അവളുടെ മൊബൈൽ എടുത്തിട്ട് അതിൽ ഇറ്റ്സോമിയുടെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ഒന്നിങ്ങോട്ട് പോയാലോ എന്നും പറഞ്ഞൊരു കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇറ്റ്സോമി ആണെങ്കിലോ അതും പറഞ്ഞ് ഒന്നും മിണ്ടാണ്ട്, ഓ നീ നല്ല ക്യൂട്ടാണല്ലോ എന്ന് പറയുന്നുണ്ട്. അത് അവൾക്ക് മനസ്സിലായി എന്തായാലും. അത് കേട്ടത് അവൾ ആകെ സന്തോഷത്തിൽ, എന്ത് ഞാൻ ക്യൂട്ടാന്ന് പറഞ്ഞു അവൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ കോളേജിലല്ലേ, പിന്നെ പോരാത്തതിന് എനിക്ക് ഫ്ലൈറ്റും ഇപ്പോൾ വരും, എനിക്ക് പോകാൻ സമയമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂക്കി ആണെങ്കിലോ ഫ്ലൈറ്റോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് അവൾക്ക് മനസ്സിലാവണില്ല. എന്തോ ലാ ഓ എന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റൊക്കെ മനസ്സിലാവും ലാവോസ് എന്നാണെന്ന്. ലാവോസിക്ക് പോവാണ് നമ്മുടെ ഇറ്റ്സോമി-സാൻ. അങ്ങനെ യൂക്കിയുടെ അടുത്ത് ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഇറ്റ്സോമി പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ബാൽക്കണിയിൽ നിൽക്കണ ഓഷിനെ കാണിക്കണേ. നമ്മുടെ യൂക്കിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഓഷി അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആരാ ഇത് എന്നൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ടാന്നൊക്കെ യൂക്കി പറയുന്നുണ്ട്. എന്നിട്ട് അവർ സൈൻ ലാംഗ്വേജിൽ എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് റിൻചൻ ചോദിക്കുന്നുണ്ട്, എന്ത് നിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന് സൈൻ ലാംഗ്വേജൊക്കെ അറിയോ എന്നൊക്കെ, അവൻ ഇതിനു വേണ്ടി പഠിച്ചതാണെന്നും എന്നൊക്കെ യൂക്കി പറയുന്നുണ്ട്. ഓ നിനക്ക് വേണ്ടി പഠിച്ചോ എന്നൊക്കെ റിൻചൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്താണ് നമ്മുടെ യൂക്കിക്ക് ഇറ്റ്സോമിയുടെ മെസ്സേജ് വരെ. അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇറ്റ്സോമിയുടെ മെസ്സേജ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സോമി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ പോയി വരുമ്പോൾ സോവനിയർ വല്ലതും കൊണ്ടുവരണോ എന്ന്. സോവനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് പോയി വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രത്യേകതയുള്ള എന്തെങ്കിലുമൊക്കെ ഓർമ്മയ്ക്കായി കൊണ്ടുവരണതാണ് സോവനിയർ എന്ന് പറയുക. അത് കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആകെ സന്തോഷത്തിലായിരുന്നു നമ്മുടെ യൂക്കി ഉണ്ടായിരുന്നത്. കൊണ്ടുവരണം എന്നൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ട്രെയിൻ സ്റ്റേഷനിലാണ്. ട്രെയിൻ സ്റ്റേഷനിൽ യൂക്കിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ടുള്ള ഓഷീനെയാണ്. അവിടെ ഓഷി ചെവി കേൾക്കാൻ പറ്റാത്ത ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഓഷിയുടെ വേറൊരു ഫ്രണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, നീ യൂക്കിനോടല്ലാണ്ട് ഈ സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്നത് വേറൊരാളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവരൊരുപാട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പോണ വഴി പറയുന്നുണ്ട് ആ ഫ്രണ്ട്, ഈ ചെവി കേൾക്കാത്തവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ ജീവിക്കാനൊക്കെ. അപ്പോൾ ഓഷി പറയുന്നുണ്ട്, മേ ബി അവരവരുടെ സേഫ് സോണിൽ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് യൂക്കിനെയാണ്. യൂക്കി
വൈകിട്ട് വീട്ടിലോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അവളിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയണ്ടല്ലോ ആരെ പറ്റിയാന്ന്, ഇറ്റ്സോമിനെ പറ്റി തന്നെ. ഇറ്റ്സോമി ഇപ്പോൾ എന്ത് ചെയ്യായിരിക്കും, അവൻ അവിടെ ഓക്കെ ആണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആയപ്പോഴും അവൾ ബെഡിലിരുന്നുകൊണ്ട് ഇത് തന്നെ ആലോചിക്കണേ. പിന്നെ അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഇറ്റ്സോമിയുടെ ടെക്സ്റ്റും ഫോട്ടോസൊക്കെ കാണുന്നത്. അവൻ അവിടെ ഒരുപാട് പേരെടുത്ത് നിൽക്കണ ഫോട്ടോസും, കൂടെ നിൽക്കണ ഫോട്ടോസും, ഒരുപാട് സ്ഥലത്ത് നിൽക്കണ ഫോട്ടോസും എല്ലാം കാണുന്നുണ്ട്. ഓ എന്ത് ക്യൂട്ടാണ് ഇവരൊക്കെ, ഞാൻ കാണാത്ത എത്ര സ്ഥലങ്ങളുണ്ട് ഇനിയും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് യൂക്കി. അവരങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറങ്ങാൻ പോവാണെന്നൊക്കെ ഇറ്റ്സോമി പറയുന്നുണ്ട്. പിന്നെ അവനൊരു കാര്യം കൂടി പറഞ്ഞു, മറ്റന്നാൾ നമുക്ക് കോളേജിൽ വെച്ച് കാണാട്ടോ എന്നും. അത് കേട്ടതും അവിടെ കിടന്ന് ഉരുണ്ടു മറിയായിരുന്നു നമ്മുടെ യൂക്കി സന്തോഷം കൊണ്ട്. അങ്ങനെ ആ ദിവസമായി. റോഡിൽ നിൽക്കണ യൂക്കി ഓപ്പോസിറ്റ് നിൽക്കണ ഇറ്റ്സോമിനെ കണ്ടതും ഒരുപാട് എന്തൊക്കെയോ ചിന്തയിലേക്ക് നമ്മുടെ യൂക്കി പോയി. അവൻ വന്നതിന് ശേഷമാണ് എൻ്റെ ലോകം വലുതാവാൻ തുടങ്ങിയത്, എൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് എല്ലാം മാറി തുടങ്ങിയത് എന്നൊക്കെ യൂക്കി ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവൻ വന്നിട്ട് യൂക്കിക്ക് ഒരുപാട് ചോദിക്കണമെന്നുണ്ട് കാര്യങ്ങൾ, എപ്പോഴാണ് ജപ്പാനിൽ വന്നതെന്നും ഒക്കെ. പക്ഷേ നെർവസ്നെസ് കൊണ്ട് അവൻ്റെ അടുത്തൊന്നും ചോദിക്കാനും പറ്റണില്ല. ലാസ്റ്റ് അവൾ ഫോൺ എടുത്തു. അപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, നിന്റെ കൈ കാണിച്ചിരുന്നു. യൂക്കിയുടെ കയ്യിലോട്ട് ഇറ്റ്സോമി ഒരു സംഭവം വെച്ചു കൊടുത്തു. അവൾക്ക് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെ അവൻ പറയുന്നുണ്ട് ഇത് ലാവോസിൽ നിന്ന് കൊണ്ടുവന്ന സോവനീർ ആണെന്ന്. അത് കേട്ടതും ഭയങ്കര സന്തോഷമായി യൂക്കിക്ക്. യൂക്കി ഒരു നോട്ട് പാഡൊക്കെ എടുത്തിട്ട് താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ പോയിട്ട് യൂക്കി ഈ സോവനീറും പിടിച്ചോണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഇത്, എന്തിനായിരിക്കും അവനിത് എനിക്ക് തന്നിട്ടുണ്ടാവുക, ഇതിൻ്റെ ലാവോസിലെ ഗോഡാണോ എന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും ഓരോ ചിന്തയിലോട്ട് പോയി. അവളുടെ ചൈൽഡ്ഹുഡ് ഓർമ്മകളിലോട്ട് പോയി. ഞാൻ പഠിച്ചത് 4 പേര്, യൂക്കി അടക്കം 4 പേരുള്ള ഒരു സ്കൂളിലായിരുന്നു. അതായിരുന്നു എൻ്റെ ലോകം. അവിടെ ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ എപ്പോഴും ഐ വാണ്ട് സംതിങ് മോർ എന്ന് യൂക്കി എപ്പോഴും ചിന്തിക്കുമായിരുന്നു. പിന്നെ അവൾ കോളേജിലോട്ട് പോകുന്നുണ്ട്. കോളേജിൽ പോകണ തന്നെ എന്തിനായിരിക്കും, നമ്മുടെ റിഞ്ചനെ കണ്ട് കഥകളൊക്കെ പറയാൻ തന്നെ. ഓടി ചെന്നതും റിഞ്ചനാണെങ്കിൽ അവിടെ ഒരുപാട് ഫ്രണ്ട്സോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, അവർ ഡീപ്പ് കോൺവെർസേഷനിലാണ് തോന്നുന്നു, ഞാനിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഇന്ന് ഓഷി വന്ന് യൂക്കിനെ വിളിക്കുന്നത്. നീ എന്താ ഇവിടെ ചെയ്യണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന് കാര്യം മനസ്സിലാവും, റിൻസിൻ്റെ അടുത്ത് സംസാരിക്കാനെന്നൊക്കെ. എന്നിട്ട് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് ഇവളെടുത്ത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ യൂക്കി പറയുന്നുണ്ട്, അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നീ എന്തിനാ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണേ എന്ന് യൂക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ അതറിയാൻ ക്യൂരിയസ് ആണെന്ന് എനിക്കറിയാം. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറ്റ്സോമി വന്ന് നമ്മുടെ യൂക്കിനെ തട്ടുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കുറേ നേരം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഇറ്റ്സോമി പോയി അവിടെ ഇരുന്നു. പിന്നെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഓഷിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് തോന്നണേ. ഓഷി യൂക്കിയുടെ അടുത്താണെങ്കിൽ ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് റിൻസൻ ഓടി വന്ന് യൂക്കി എന്ന് പറഞ്ഞ ബാക്കിൽ നിന്ന് തട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓഷി പറയുന്നുണ്ട്, ഇങ്ങനെ വന്ന് പേടിപ്പിക്കല്ലേ അവൾക്ക് നിൻ്റെ ഫുഡ് സ്റ്റെപ്സ് ഒന്നും കേൾക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിൻസൻ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഓഷി അങ്ങ് പോയി. യുക്കി ആണെങ്കിൽ റിൻചന് കുറേ ടെക്സ്റ്റ് മെസ്സേജൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, തലേദിവസം ഇറ്റ്സോമിയുടെ കൂടെ ചാറ്റ് ചെയ്തതൊക്കെ. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്രഷിനും ലവിനെ പറ്റിയൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റിൻചന് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് യുക്കിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ടാന്ന് തോന്നുന്നു ഇറ്റ്സോമിയും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണവരൊക്കെ തിരിഞ്ഞു നോക്കി. ആ സമയത്ത് എന്തോ ഹാൻഡ് ജസ്റ്റർ കാണിക്കുന്നുണ്ട്. സൈൻ ലാംഗ്വേജിൽ എന്തൊക്കെയോ ഇറ്റ്സോമിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇറ്റ്സോമിക്കത് മനസ്സിലാവുന്നില്ല. എന്നിട്ട് തിരിച്ച് ടെക്സ്റ്റ് അയക്കുന്നുണ്ട് അവൾക്ക്, നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ച്. അപ്പോൾ അവൾ ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സോമി പറയുന്നുണ്ട് തിരിച്ച് സൈൻ ലാംഗ്വേജിൽ ഗുഡ് എന്ന്. നമ്മുടെ ഇറ്റ്സോമി ഇപ്പോൾ സൈൻ ലാംഗ്വേജൊക്കെ പഠിച്ച് വരുന്നുണ്ട്, ഗ്രീറ്റിങ്സൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയ യൂക്കി ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇറ്റ്സോമിയുടെ അടുത്ത് എനിക്ക് ലവ് ആണോ, ലവ് തന്നെയാ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവരൊന്നും ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, പക്ഷേ നമ്മൾ അൺനോയിങ്ലി നമ്മുടെ ലോകം തന്നെ ചേഞ്ച് ആവുമായിരിക്കും. അതുപോലെ ഒരാളാവുകയാണോ ഇറ്റ്സോമി-സാൻ നമ്മുടെ യൂക്കിക്ക്. അപ്പോൾ കൂട്ടുകാരെ, ഇതൊരു തുടക്കം മാത്രമാണ്. അടുത്ത എപ്പിസോഡ് തൊട്ട് ഇവരുടെ റിലേഷൻഷിപ്പ് വേറൊരു ലെവലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യരുതേ. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.